السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد. റൗദത്തുൽ ഇൽമിലെ ആദരണീയരായ പണ്ഡിതന്മാരെ, ബുറുദ അർത്ഥവും വ്യാഖ്യാനവും പാർട്ട് 6, ഒന്നാമത്തെ ഫസ്ല്. ഫമാലി ഐനൈക ഇൻ ഖുൽതകുഫു ഫഹമത. ഈ ബൈത്തില് ഫാ ഇവിടെ ഫാഉ ഫസീഹത്തിന്റെ ഫാ ആണ്. ഫസീഹത്തിന്റെ ഫാ എന്ന് പറഞ്ഞാൽ ഹിയല്ലത്തി തദുല്ലു അല ഷർത്തിൽ മഹ്ദൂഫി, കളയപ്പെട്ട ഒരു ഷർത്തിന്റെ മേൽ അറിയിക്കുന്ന ഫാ എന്നാണ്. വഹുവ ഹാഹുന, ആ കളയപ്പെട്ട ഷർത്ത് ഇവിടെ. ഇല്ലം യകുൻ മസ്ജുകദ്ദംഅ ബിദ്ദമി മിനൽ ഇഷ്ഖി വൽ മഹബ്ബത്തി, നീ കണ്ണുനീരിനെ രക്തവുമായി കലർത്തിയത് ഇഷ്ഖിനാൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ മഹബത്തിനാലും അല്ലെങ്കിൽ, പിന്നെ ഫമാ ഹസല ലി ഐനൈക, നിന്റെ രണ്ടു കണ്ണിന് എന്താണ് സംഭവിച്ചത്? കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒലിക്കുന്നുണ്ടല്ലോ. ഇവിടെ നാദിമ് മേൽ പറയപ്പെട്ട കാര്യങ്ങളെ തൊട്ടൊക്കെ ചോദിച്ചു. മസ്ഊല് ചോദിക്കപ്പെട്ടവർ അതിനൊന്നും ഒരു മറുപടിയും കൊണ്ടുവന്നില്ല. കാരണം ഇവിടെ ഈ മുഹിബ്ബീങ്ങൾ, ആശിഖീങ്ങൾ, അവരുടെ ഷഅ്ന് എന്ന് പറഞ്ഞാൽ കാര്യം എന്നാൽ അൻ യക്തുമുൽ ഹുബ്ബ ഫി അവലിൽ അംരി, ആദ്യഘട്ടത്തിൽ അവർ മഹബത്തിനെ മറച്ചു വെക്കും. മാത്രമല്ല ബൽ ജറത്ത് ആദത്തുഹും ബി ഇൻകാരിഹി ബിൽ മറത്ത്, ആ മഹബത്തിനെ, ഹുബിനെ നിഷേധിക്കൽ കൊണ്ട് അവരുടെ പതിവ് നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ആയപ്പോ നസല നാദിമുൽ മസ്ഊല മൻസിലത്തൽ മുങ്കിരി, നാദിമ് ചോദിക്കപ്പെട്ട ആളെ ഇറക്കി, ഒരു നിഷേധിക്കുന്നവന്റെ സ്ഥാനത്ത് ഇറക്കിയിട്ട് വതഅജ്ജബ മിൻ ഹാലിഹി അലാ ഫർദി സിദ്ഖിഹി ഫിൽ ഇൻകാരി, ഇൻകാറിൽ അവൻ പറയുന്നത് സത്യമാണെന്ന സങ്കല്പന വെച്ചുകൊണ്ട് അവന്റെ അവസ്ഥയെ തൊട്ട് അത്ഭുതപ്പെട്ടു. പിന്നെ ഇവിടെ സ്വന്തം നഫ്സിനോട് തന്നെയാണ് ചോദിക്കുന്നത്, മറുപടി ഇല്ല. അപ്പോ മഹബത്ത് ഇല്ല എന്ന രീതിയിൽ സംസാരിച്ചപ്പോ, എന്നാ പിന്നെ എന്തിനാണ് കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒലിക്കുന്നത്? പറഞ്ഞത് ശരിയാണെങ്കിൽ രക്തം കലർന്ന കണ്ണുനീർ ഒലിക്കുന്നത് ഇഷ്കിനാലും മഹബത്തിനാലും അല്ലെങ്കിൽ പിന്നെ എന്താ കണ്ണിന് സംഭവിച്ചത്? കണ്ണിൽ നിന്നും കണ്ണുനീർ ഒലിക്കുന്നുണ്ടല്ലോ എന്നതാണ് ഇവിടെ ഈ ഫസിഹത്ത് എന്ന് പറഞ്ഞതിന്റെ താല്പര്യം. അപ്പോ ഫഖാല ഫമാലി ഐനൈക ഇദാ സദഖത ഫി ഇൻകാരിക അൽ ഹുബ്ബ, നീ ഹുബ്ബിനെ നിഷേധിക്കുന്നതിൽ നീ സത്യമാണ് പറയുന്നതെങ്കിൽ ഫഅയ്യു ഷൈഇൻ സബത ലി ഐനൈക, നിന്റെ കണ്ണിന് എന്താണ് സ്ഥിരപ്പെട്ടത്? രണ്ട് കണ്ണുകൾക്ക്. ഫമാ എന്ന് പറഞ്ഞിടത്തുള്ള മാ അത് ഇസ്തിഫാമാണ്. ലി ഐനൈക എന്ന് പറയുന്നിടത്തുള്ള ലാമ് അത് മുഖദ്ദറിനോടാണ് ബന്ധിച്ചിട്ടുള്ളത്. ഐ മാ ഹസല ലി ഐനൈക, അയ്യു ഷൈഇൻ സബത ലി ഐനൈക, മാ ഹസല ലി ഐനൈക, രണ്ട് രീതിയിലും സങ്കല്പിക്കാം. നിന്റെ രണ്ടു കണ്ണിന് എന്താണ് സ്ഥിരപ്പെട്ടത്, എന്താണ് കരസ്ഥമായത്? പിന്നെ ഇൻ ഖുൽത ഉഖുഫുഫ ഹമത എന്ന് പറയുന്നത് തഫ്സീറുൻ ലിമ, മാന്റെ തഫ്സീറാണ്. നിന്റെ രണ്ട് കണ്ണിന് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞതിന്റെ വിശദീകരണമാണ് ഇൻ ഖുൽത, നീ പറയുകയാണെങ്കിൽ ഉഖുഫുഫ, എന്ത് പറയാണ്? നിന്റെ കണ്ണിനോട് കണ്ണുനീര് ഒലിപ്പിക്കല്ല എന്ന് നീ പറഞ്ഞാൽ ഹമത, അത്
കണ്ണുനീര് ഒലിപ്പിച്ചുകൊണ്ടേ ഇരിക്കും എന്നാണല്ലോ. അപ്പോൾ ഈ മാക്ക് തഫ്സീറായിട്ടാണ് ഇൻകുൽത്ത ഉക്കുഫുഫ ഹമത്ത എന്നുള്ളത്. കുൽത്ത എന്നുള്ളത് ഇവിടെ ഖിതാബായിട്ട് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിന്റെ മഫ്ഊൽ കളയപ്പെട്ടതാ. അപ്പൊ മഫ്ഊലുഹു മഹദൂഫുൻ ഐ ലഹുമാ, നീ പറഞ്ഞാൽ ആ രണ്ട് കണ്ണുകളോട് നീ പറഞ്ഞാൽ, അവരോട് നീ ഖിതാബായിട്ട് സംസാരിച്ചാൽ. ഇവിടെ ഫൽ ഖൗലു ഹുനാ ബിമഅനൽ ഖിതാബി ലിമാ തഖററ അന്നൽ ഖൗല യജീഉ ലിമആനിൻ ബിഹുറൂഫിൻ, ശേഷം പറയുന്ന ഹർഫിനനുസരിച്ചുകൊണ്ട് പല മഅനാക്കും ഖൗല് വരും എന്നാണ്. ഇവിടെ ലാമിന്റെ മഅനാക്കാവുമ്പോൾ ഖിതാബിന്റെ മഅന കൊണ്ട് വരും, അലിന്റെ മഅനാക്കുമ്പോൾ ഇഅ്തിറാദിന്റെ മഅന കൊണ്ട് വരും, ഫീന്റെ മഅന കൊണ്ടാണെങ്കിൽ ഇജ്തിഹാദിന്റെ മഅന കൊണ്ട് വരും, ബാഇന്റെ മഅനാക്ക ബാ ആണ് ശേഷമുള്ളതെങ്കിൽ ഹുക്മിന്റെ മഅനാക്ക് വരും. ഇങ്ങനെയൊക്കെ പല മഅനാക്കും വരും ശേഷം വരുന്ന ഹർഫിനനുസരിച്ച് എന്നാണ്. ഇപ്പൊ ഇവിടെ ലാമായതുകൊണ്ട് ഖിതാബിന്റെ മഅനാക്കാണ്. അപ്പോ നീ നിന്റെ രണ്ട് കണ്ണിനോട് അഭിമുഖമായിട്ട് ഇങ്ങനെ പറഞ്ഞാൽ, ഉക്കുഫുഫ എന്ന് പറഞ്ഞാൽ ഹമത്ത. പിന്നെ ഉക്കുഫുഫ എന്ന് പറയുന്നത് ഖൗലിന്റെ മഖൂലാണ്. ഉക്കുഫുഫ എന്ന് പറയുന്നത് കഫ എന്നുള്ളതിന്റെ അംറ്, ആ അംറിന്റെ തസ്നിയായിട്ടാണ് വന്നിട്ടുള്ളത്, മന എന്ന അർത്ഥത്തിലുള്ള. പിന്നെ ഇവിടെ ഇദ്ഗാം അഴിച്ചുകൊണ്ട് പറഞ്ഞത് അത് ബൈത്തിന്റെ ദറൂറത്തിന് വേണ്ടിയാണ് എന്ന് പറയാം. ഹമത്ത എന്ന് പറയുന്നത് ഹമാ യഹ്മി ഹിംയാനൻ എന്ന് പറയുന്ന മാദിയായ ഫീലിന്റെ തസ്നിയയാണ്. ഹമാ ഹമയ ഹമൗ ഹമത്ത് ബിമാന സാലത്ത, ഒലിച്ചു എന്നർത്ഥം. ആ രണ്ട് കണ്ണീരും, രണ്ട് കണ്ണും കണ്ണുനീരിനാൽ ഒലിക്കുന്നു. ഉക്കുഫുഫ എന്ന് പറഞ്ഞ അയിൽ കുഫ അദ്ദം, കണ്ണുനീരിനെ നിങ്ങൾ രണ്ട് കണ്ണിനോട് പറയാണ്, കണ്ണുനീരിനെ നിങ്ങൾ രണ്ടുപേരും തടയുക. ഫക്കൽ ഫീല, ഫീലിനെ ഇവിടെ ഇദ്ഗാം അഴിച്ചതിൽ ലറൂറത്തിൽ വസിന്, ആ ബൈത്തിന്റെ ലറൂറത്തിന് വേണ്ടിയാണ്. ഹമത്ത എന്ന് പറഞ്ഞ ഐ സാല ദംഉഹുമ, അത് രണ്ടിന്റെയും കണ്ണുനീര് ഒലിച്ചു എന്നാണ്. ഹമത്ത എന്നുള്ളതിന്റെ അസ്ല് ഹമയത്ത, കുലിബത്തിൽ യാവു അലിഫൻ, യായിനെ അലിഫായിട്ട് മറിച്ചു. സുമ്മ ഹുദിഫത്തിൽ അലിഫു, പിന്നെ അലിഫിനെ കളയപ്പെട്ടതാണ് അലിഫായിട്ട് മറിച്ചപ്പോളേ. ഇത് അൽ ഉംദ ഫി ഷർഹിൽ ബുർദ അതിന്റെ 118 119 ഉണ്ട്. അതുപോലെ അസീദത്തു ഷുഹദന്റെ 49, ബാജൂരി പേജ് 5. വമാ എന്ന് പറയുന്ന വാവ് ആത്തിഫാണ് അലൽ ഇസ്തിഫാമി സാബിഖി, തൊട്ടു മുമ്പ് പറഞ്ഞ ഫമാലി ഐനൈക്ക എന്ന് പറയുന്നിടത്തുള്ള ആ ഇസ്തിഫാമിന്റെ മേൽ അത്ഫാണ്. അയ്യു ഷൈഇൻ സബത ലിഖൽബിക, നിന്റെ ഹൃദയത്തിലേക്ക് എന്താണ് സ്ഥിരപ്പെട്ടത്, സംഭവിച്ചത്. ഇൻ ഖുൽത ലഹു, ആ കൽബിനോട് നീ പറഞ്ഞാൽ, എത്രത്തിൽ വഹുവ, ആ കൽബ് ഫി സക്കറാത്തിൽ ഹിയാമി, അത് തീഷ്ണമായ പ്രേമത്തിന്റെയും പ്രണയത്തിന്റെയും വിഷമത്തിലാണ് ഉള്ളത്. വഗമറാത്തിൽ ഗറാമി, ഹൃദയം കവർന്ന പ്രേമത്തിന്റെ വിഷമത്തിലുമാണ് അതുള്ളത്. അങ്ങനെയുള്ള അവസ്ഥയിൽ ആ കൽബിനോട് നീ പറഞ്ഞാൽ, ഇസ്തഫിഖ്,
ഐ അഫിഖ് മിമ്മ അന്ത ഫിഹി, നീ ഏതൊരു വിപത്തിലാണോ ഉള്ളത് ആ വിപത്തിൽ നിന്ന് നീ മുക്തി നേടുക എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്? ഖസ്തൻ ലി കത്മിൽ ഹുബ്ബി അനിൽ ഉസാലി, ആക്ഷേപിക്കുന്നവരെ തൊട്ട് പ്രേമത്തെ മറച്ചു വെക്കുക എന്ന ഉദ്ദേശത്തിൽ. വഇഖ്ഫാഇഹി അനിൽ ഉഷാത്തി, ദുരാരോപണം നടത്തുന്നവരെ തൊട്ടും ആ പ്രേമത്തെ മറച്ചു വെക്കുക എന്ന ഉദ്ദേശം വെച്ചുകൊണ്ടാണ് നീ ഇപ്പോഴുള്ള ആ അവസ്ഥയിൽ നിന്ന് മുക്തി നേടൂ എന്ന് ആ ഹൃദയത്തിനോട് നീ പറഞ്ഞാൽ, ഹാലും മിനൽ ഖൽബി, ഈ അവസ്ഥയിൽ നീ പറഞ്ഞാൽ, യഹിമി, ഹാമന്റെ മുളാരി ആണ് യഹിമി എന്നുള്ളത്, യഹിം. യഹിമി എന്ന് പറയുന്നത് മുളാരിഉ ഹാമ, ഹാമ യഹീമു എന്നതിൻ്റെ മുളാരി ആണ്. ബിമഅന തഹയ്യറ, തഹയ്യറിന്റെ മഅനാക്കാണ് പരിഭ്രമിച്ചു എന്നർത്ഥം വരുന്ന ഹാമ യഹീമു. ഹുദിഫ യാഉഹു ലിൽ ജസ്മി, യഹീമി, യഹീമി എന്നുള്ളിടത്ത് യഹിം എന്നാണല്ലോ ഉള്ളത്. യായിനെ കളയപ്പെട്ടത് ജസ്മിന് വേണ്ടിയാണ്. യഹിം എന്ന് പറയുന്നിടത്ത് മീമിന് സുക്കൂനായപ്പോൾ ഇൽത്തിഖാവ് സാക്കിനായി, അപ്പൊ യായിനും കളയപ്പെട്ടു. ഈ ജുംലയാണെങ്കിൽ ജസാഉൻ ലിമാ ഖബലഹു, തൊട്ട് മുമ്പുള്ള ജസാ ആണ്. ഇസ്തഫിഖ് എന്ന് പറഞ്ഞാൽ യഹിം, അത് സ്വബോധം നഷ്ടപ്പെട്ട് അലയുന്നതാണ്. ഇതാണ് അവിടെ യഹിം എന്നുള്ളതിന് സുക്കൂനാണ് ഉള്ളത്. പിന്നെ അവിടെ കസർ ചെയ്തത് അതിവിടെ വസ്ന് വെക്കാൻ വേണ്ടി ചെയ്തതാണ്, യഹിമി എന്നുള്ളത്.